പണ്ടുള്ള നബിമാര് കൊണ്ടുവന്നതുപോലെ വല്ല ദൃഷ്ടാന്തവും മുഹമ്മദ് കൊണ്ടുവരട്ടെ. നോക്കണമെങ്കിൽ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ദുഷ്ടനാണ്, മുനാഫിക്കാണ്, നബിൻ്റെ കൂടെ കൂടിയ മുസ്ലിമാണ്, പുറത്തുപോയ മുശ്രിക്കീങ്ങളുടെ കൂടെ. ആ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് പറയാ അബൂബക്കർ സിദ്ദീഖിനോട് മുൻഗാമികൾ കൊണ്ടുവന്ന മാതിരി വല്ലതും കൊണ്ടുവരട്ടെ. ജാ മൂസാ ബിൽ അൽവാഹി, മൂസാ നബി അൽവാഹായിട്ട് വന്നില്ലേ അള്ളാൻ്റെ അടുത്ത് പോയിട്ട്? അത് നല്ല ഗോമേതകത്തിൻ്റെ നല്ല അൽവാഹുമായിട്ടാണ് തൗറാത്ത് കൊണ്ടുവന്നത്. ജാ ദാവൂദ് ബി സബൂരി, ദാവൂദ് സബൂർ കൊണ്ടുവന്നില്ലേ? ജാ സ്വാലിഹും ബിൻ നാക്കത്തി, സ്വാലിഹ് നബി ഒട്ടകം കൊണ്ടുവന്നില്ലേ? ജാ ഈസാ ബിൽ ഇഞ്ചീലി, ഈസാ നബി ഇഞ്ചീലും വബിൽ മായിദത്തി ഭക്ഷണത്തളിക്കും കൊണ്ടുവന്നില്ലേ? അവൻ എൻ്റെ മുഹമ്മദ് വല്ലതും കൊണ്ടട്ടെ. ഇത് അബ്ദുല്ലാഹിബ്നു ഉബയ്യ് പറഞ്ഞപ്പോൾ മുസ്ലിങ്ങളിൽ പെട്ട മനുഷ്യനല്ലേ പുറത്ത്. അയാളിത് പറഞ്ഞപ്പം അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. ഫഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂൽ അപ്പളാ തന്റെ റൂമിൽ നിന്ന് പള്ളിയിലേക്ക് വരുന്നത് കണ്ടത്. ഫഖാല അബൂബക്കർ, ഇത് കണ്ടപ്പോൾ അബൂബക്കർ എന്നവർ പറഞ്ഞു, ഖൂമു ഇലാ റസൂലില്ലാഹി നസ്തഗീസു ബിഹി മിൻ ഹാദൽ മുനാഫിഖി. ഇവിടുന്ന് നീക്കി എല്ലാവരും, നമ്മൾ ഈ മുനാഫിക്കിനെ തൊട്ട് അള്ളാന്റെ റസൂലിനോട് സഹായം തേടാ, ഇവന്റെ ഷർറൊന്ന് തീർക്കണം എന്ന് അള്ളാന്റെ റസൂലിന്റെ ഹദറത്തിൽ വെച്ചിട്ട് നസ്തഗീസു ബിഹി മിൻ ഹാദൽ മുനാഫിഖി എന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹ്, അപ്പോൾ അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഇന്നഹു ലാ യുഖാമു ലി ഇന്നമാ യുഖാമു ലില്ലാഹി അസ്സ വജൽ. അതിന് എൻ്റെ അടുത്തേക്ക് നീച്ചിട്ട് ഫലല്ല, അതിന് അള്ളാഹ്നൊക്കെ നീക്കേണ്ടത്. അള്ളയാണ് ഇവനെ കൊല്ലാൻ പറ്റൂല എന്ന് പറഞ്ഞത്. ഈ മുനാഫിക്കിനെ കൊല്ലാൻ പറ്റൂല എന്നും മുസ്ലിമീങ്ങളുമായി പെരുമാറണമെന്നും പഠിപ്പിച്ചത് അള്ളയാണ്. അതിന് അള്ളാഹിൻ്റെ അടുത്ത് നീച്ച് പറഞ്ഞിട്ടേ രക്ഷുള്ളൂ, ഇന്നോടത് പറഞ്ഞിട്ട് ഫലല്ല എന്നാ ഇബ്നു അബി ഹാത്തമിന്റെ നിവേദനം. ഇന്നമാ യുഖാമു ഇലാ റബ്ബി ലാ യുഖാമു ലി, എൻ്റെ അടുത്തേക്ക് എഴുന്നേൽക്കാൻ പാടില്ല, അള്ളാഹിൻ്റെ അടുത്തേക്ക് എഴുന്നേൽക്കാൻ പറ്റുള്ളൂ ഈ കാര്യത്തിൽ എന്ന് പറഞ്ഞ ഇബ്നു അബി ഹാത്തമിന്റെ നിവേദനത്തെ തൊബ്രാനിയിലുള്ളത് ഇന്നമാ യുസ്തഗാസു ബി റബ്ബി ഇന്നഹു ലാ യുസ്തഗാസു ബി. ഈ മുനാഫിക്കിന്റെ കാര്യത്തിൽ എന്നോട് സഹായം തേടിയിട്ട് ഫലല്ല, അള്ളാഹിനോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, അള്ളയാ കൊല്ലണ്ടെന്ന് പറഞ്ഞത്. ഈ ഒരു വാചകത്തെടുത്തിട്ട് മരിച്ചോലോട് സഹായം തേടാൻ പാടില്ല, മരിച്ചോലോട് ഇസ്തിഗാസ തേടാൻ പാടില്ല എന്നതിന് വല്ല തുണ്ടും എല്ലാ വാക്യോ ഇതിൻ്റെ ഉള്ളിലുണ്ടോ? ഈ ഹദീസ് മുഴുവൻ ഓതിയാല് അബ്ദുല്ലാഹിബ്നു ഉബയ്യ് തോന്നിയാസം പറഞ്ഞപ്പോൾ ഇവന്റെ ഷർറൊന്ന് തീർക്കാൻ നബിൻ്റെ അടുത്തൊന്ന് പോകാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഫലല്ല, ഇതുവരെ നടന്ന മാതിരി തന്നെ നടക്കുള്ളൂ, ബാഹ്യമായി മുസ്ലിമായ വരെ കൊല്ലാൻ പറ്റൂല എന്ന് അള്ളയാ പറഞ്ഞത്, അതുകൊണ്ട് അള്ളഹാനോട് പറഞ്ഞോളീ എന്നാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്. ഇതിന് മരിച്ചതിൻ്റെ ശേഷം മരിച്ചോലോട് ഇസ്തിഗാസ നടത്താൻ പാടില്ല എന്നാണ് ഇനി ഈ ഹദീസിൽ തെളിവുണ്ട് എന്ന് പറയുന്നവൻ ഈ ഹദീസിന്റെ തലവാചകവും കണ്ടിട്ടില്ല, സാഹചര്യവും കണ്ടിട്ടില്ല, മറ്റു വാദകങ്ങളും കണ്ടിട്ടില്ല, തൊബ്രാനിയുടെ റിപ്പോർട്ടും ശരിക്ക് പഠിച്ചിട്ടില്ല. അങ്ങനെയാണ് നജിദിലെ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ അത്തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് ഉദ്ധരിച്ചത്. ഈ ഒരൊറ്റ ഹദീസല്ലാതെ ലോകത്ത് ഇന്ന് വരെ ഒരാള് ഇസ്തിഗാസ പാടില്ല എന്നതിന് ദുആ എന്ന് പറയുന്ന ഖുർആനിലെ വാക്കല്ലാതെ വേറെ ഉദ്ധരിച്ചിട്ടില്ല. ഇത്തരം ആളുകൾക്ക് വേണ്ടി ഹദീസില്ലാതെ ഉണ്ടാക്കുന്ന അനിതര സാധാരണമായി അനുസ്യൂതമായി സ്വഹാബാക്കൾക്കിടയിലൂടെ താബിയകളിലൂടെ കേരളത്തിൽ ഇസ്ലാം കടന്നു വന്ന ആളുകളിലൂടെ നടന്നു വരുന്ന മഹാത്മാക്കളോടുള്ള സഹായവും കാവലിനെ തേടലും, മഹാത്മാക്കളോടുള്ള ഇസ്തിശ്ഫാ, മഹാത്മാക്കൾ പ്രമാണിച്ച് അള്ളാഹു നൽകാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഇത്തരം ചോദ്യങ്ങളെ എതിർക്കാൻ ഖുർആനിൽ ഒരു വചനമില്ല, ഹദീസിൽ ഒരു വചനമില്ല. മധ്യസ്ഥ പ്രാർത്ഥന എന്ന മധ്യസ്ഥന്മാരാക്കി നബിമാരോട് പ്രാർത്ഥിക്കുകയും അവരെ ഇടയാളരാക്കി അള്ളാഹുവിനോട് വാചകം പറയുകയും ചെയ്യുന്ന വഴക്കമൊക്കെ നബിതങ്ങൾ ജനിക്കുന്നതിൻ്റെ, നബിതങ്ങൾ പിറക്കുന്നതിൻ്റെ, നബിയാകുന്നതിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലനിന്നു വരുന്നുണ്ട് സമൂഹത്തിൽ. എന്നിട്ടും അതിനെ എതിർത്തു വരായത്ത് ഖുർആനിൽ വന്നിട്ടില്ല. ഈ പരമാർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി ഈ കാര്യങ്ങളൊക്കെ വസ്തുതാപരമായി വിലയിരുത്തിയിട്ട് വേണം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം, ഇതാണ് തൗഹീദിന്റെ കാതൽ എന്ന വഹാബിസത്തിന്റെ മുദ്രാവാക്യം കേൾക്കാൻ. അതുകൊണ്ട് തന്നെ ഞാനൊന്നുകൂടി ആവർത്തിച്ചു പറയുന്നു, അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന വണക്കങ്ങൾക്കും അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾക്കും അള്ളാഹുവിൻ്റെ തൗഹീദ് അംഗീകരിക്കുന്ന വിശ്വാസത്തിനും അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയുന്നതിനും ദുആ എന്ന് പറയും, പ്രാർത്ഥന എന്ന് പറയും. ആ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറയുന്നത് മെൻസസ്, ഋതുരക്തം സ്ത്രീകൾക്ക് മാത്രം എന്ന് പറയുന്നത് പോലെ അർത്ഥശൂന്യമാണ്. അർത്ഥശൂന്യമായി വാദം പഠിപ്പിക്കാൻ അമ്പിയാക്കന്മാർ വരില്ല. അല്ലെങ്കിൽ പ്രാർത്ഥന എന്നതിൻ്റെ ഭാഷാർത്ഥം വെറും അപേക്ഷിക്കുക എന്നാണ്. അപേക്ഷിക്കുക എന്നാൽ താഴെയുള്ളവർ മേലെയുള്ള ഉന്നതന്മാരോട് പറയുന്നതൊക്കെ അപേക്ഷയാണ്. അപ്പോൾ ഗുരുവര്യന്മാരോട് അപേക്ഷ, മാതാപിതാക്കളോട് അപേക്ഷ, മഹാത്മാക്കളോട് അപേക്ഷ, ഔലിയാവിനോട് അപേക്ഷ, അമ്പിയാക്കളോട് അപേക്ഷ,
ഇത്തരം അപേക്ഷ അവരുടെ ജീവിതകാലത്തും നടന്നിട്ടുണ്ട്, വഫാത്തിന് ശേഷവും നടന്നിട്ടുണ്ട്, ഇനി നാളെ ആഖിറത്തിൽ നടക്കുകയും ചെയ്യും. ഇതിന് പേരെന്ത് വെച്ചാലും ഇത് അനുവദനീയമാണെന്ന് മാത്രമല്ല, ഇത് സലഫു സ്വാലിഹീങ്ങളുടെ ചര്യയാണ്, സ്വഹാബത്ത് നടത്തി തന്ന മാതൃകയാണ്, സ്വഹാബാക്കളുടെ നിന്ന് വരുന്നതാണ്. വിദഗ്ധ പ്രതിസന്ധി വേളകളിലും അതുപോലുള്ള വിഷമവേളകളിലും യാ മുഹമ്മദ് എന്ന് വിളിക്കുന്നത് പോലുള്ള വിളികൾ, ബദരീങ്ങളെ, മുഹയ്യദ്ദീൻ ഷെയ്ഖ് എന്നിങ്ങനെയുള്ള വിളികൾ, അതും ഹദീസുള്ളതാണ്, പ്രമാണങ്ങളുള്ളതാണ്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി മുസ്ലിം ലോകത്ത് അനുസ്യൂതം തുടർന്നു വന്ന ഇത്തരം സത്ക്രമങ്ങളെയും നടപടികളെയും ഇത്തരം വാചകങ്ങളെയും അപേക്ഷകളെയും ഒക്കെ ശിർക്ക് എന്ന് മുദ്രകുത്തി ലോകത്തെ മുസ്ലിമീങ്ങളെ, കഴിഞ്ഞകാല മുസ്ലിമീങ്ങളെ, ഇമാം ഗസാലിയെ, ഇമാം റാസിയെ, ഇമാം നവവിയെ പോലുള്ള ബഹുമാനപ്പെട്ട ഇമാമുകളെ മുശ്രിക്കാക്കുവാനുള്ള ധാർഷ്ട്യം അത് കുറച്ചൊന്നും അപകടകരമല്ല, വളരെ 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 അപകടകരമാണ്. അത്തരം അപകടകരമായ വാദത്തിലേക്ക് നമ്മെ നയിക്കുന്ന, അത്തരം ചിന്തകളിലേക്ക് നയിക്കുന്ന ദുശ്ശക്തികളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവരിൽ നിന്നും ഈ ദീനിനെ അള്ളാഹു തആല സംരക്ഷിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.